ഉടമ്പടിയുടെ ഏറ്റവും വലിയ അന്തസത്ത അതാണ്. എന്താണ്? മനുഷ്യാത്മാവിനല്ല, ദൈവാത്മാവിനെ നയിക്കപ്പെടും. അതുകൊണ്ട് ഈ പപ്പടം വെച്ച് കിട്ടുന്ന കാശിൻ്റെ ബാക്കി എടുത്തിട്ട് മിച്ചം വെച്ചിട്ട് മറ്റു രോഗികളെ പോയി കാണുകയും അതുപോലെ തന്നെ രോഗം പിടിച്ച് കിടക്കുന്ന ആൾക്കാരെ ഉടമ്പടി തൈലം കൊണ്ട് തേച്ച് കർത്താവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മയുടെ കരുതലിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. ഇവരാരാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ റോമ 8:14 അവർ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിന്റെ മക്കളാണ്. ആരാണ് ക്രിസ്ത്യാനി, ആരാണ് അക്രൈസ്തവർ എന്ന് പറയാൻ പറ്റത്തില്ല. whomsoever who is led by Holy Spirit is a Christian. ആരാണ് is a son or daughter of God എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നത് അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മളെ ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തെ അവകാശങ്ങളുമാക്കി തീർക്കുന്ന കൂദാശയാണ്. പക്ഷേ ഈ കൂദാശയുടെ പുറത്ത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അതേസമയം തന്നെ സമാന്തര കൂദാശ നടക്കുന്നുണ്ട്. എന്താ കാര്യം? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുകയും ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി നീ നിൻ്റെ വിശ്വാസത്താൽ സഞ്ചരിക്കുമ്പോൾ ദൈവ പൈതലേ നീ ദൈവ പൈതലാണെന്ന് വചനം പറയുക മാത്രമല്ല, നീ വിശ്വാസത്താൽ സ്നാനം സ്വീകരിച്ച നിത്യരക്ഷയ്ക്ക് അവകാശമായ ദൈവത്തിൻ്റെ പൈതലാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗ്ഗം തുറന്നു നീ, സ്വർഗ്ഗം തുറന്നു നീ പരന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. സ്വർഗ്ഗം തുറന്നു നീ, സ്വർഗ്ഗം തുറന്നു നീ പരന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ, ആത്മാവേ 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 ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആൽബർത്തോളെ ഭാഷാപുരത്തോളെ ആൽബർത്തോളെ ഭാഷാപുരത്തോളെ ശ്രദ്ധിക്കട്ടെ ഭാഷാപുരത്തോളെ രോഗങ്ങള് പീഡകള് ദുരിതങ്ങള് ഭാരങ്ങള് തടസ്സങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ ഭാഷാപുരം ശ്രദ്ധിക്കട്ടെ, അഭിഷേകത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഭാഷാപുരത്തോടെ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ പിന്നീട് എലിസബത്ത് ബെന്നിയം കൊണ്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ അനസ്തേഷ്യസിനെ കാണാൻ പറയും, കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഒന്ന് ചിന്തിക്കേ, കൗൺസിലിംഗ് എന്തിനാണ് പറയണത്? ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ മുമ്പ് അനസ്തേഷ്യസ്റ്റ് ഇവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ കൗൺസിലിംഗ് കൊടുത്തത് എന്താണെന്നറിയാവോ?
കൗൺസിലിംഗ് കൊടുത്തത് ഈ മനുഷ്യനെ ഇത് ഓപ്പറേഷനെ അഭിമുഖീകരിക്കാൻ വേണ്ടി എക്വിപ്ഡ് ആക്കണമല്ലോ, മെൻ്റലി അവരെ ഫിറ്റാക്കണ്ടേ. അതിന് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും. എന്താണ്? ഓപ്പറേഷന് മുമ്പ് നിങ്ങളുടെ താടി വടിക്കും. മനസ്സിലായ ആ കഥ പോണ പോക്ക് കണ്ടില്ലേ? അല്പം പോലും ഓപ്പറേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് ഇത് മാറണില്ല. ഇവർ കൊണ്ടുപോയി പ്രേക്ഷിത പ്രബോധനം ചെയ്തു, രോഗികളെ കണ്ടു, അതുപോലെ പത്രം കൊണ്ട് കൊടുത്തു, ഉടമ്പടി തൈലം തേച്ച് രോഗികളെ സുഖപ്പെടുത്തി. അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാണെങ്കിലും ഓപ്പറേഷൻ മാറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ പഴയ അവസ്ഥ തന്നെ. പഴയ അവസ്ഥ എന്താ പറയണത്? കൗൺസിലിനെ പോയി കാണാൻ പറഞ്ഞു, അനസ്തേഷ്യനെ പോയി കാണാം, ബോധം കെടുത്തുന്ന ഡോക്ടറെ പോയി കാണണം, പിന്നെ കൗൺസിലിനെ പോയി കാണണം. കണ്ടപ്പോഴെന്താ പറയണത്? ഓപ്പറേഷനുണ്ട്, പക്ഷേ അത് കൗൺസിലിംഗ് വേണം. എന്താണ്? അപ്പോൾ ഡോക്ടർ കൗൺസിൽ ചെയ്തിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ താടി വടിക്കും ഓപ്പറേഷന് മുമ്പ്. പിന്നെ എന്താ പറയണത്? വെൻറ്റിലേറ്റർ ചിലപ്പോൾ ഓഫ് ചെയ്തെന്ന് വരുമെന്ന്. മാതാവേ, ഇപ്പം തന്നെ അറ്റാക്ക് വരും കേൾക്കുമ്പോൾ. അപ്പോൾ ഇവൾ അവിടെ നിന്ന് വെച്ചും പറയും, എൻ്റെ അമ്മേ, ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കുമോ? അനുവദിക്കത്തില്ലല്ലേ? അവൾ തന്നെ തീരുമാനിക്കും. ഒരു പ്രാർത്ഥന പോണ പോക്ക് കണ്ടില്ലേ? ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കരുത്, നീ അനുവദിക്കരുതില്ല, നീ ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അത്ഭുതമായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത്രയും ഡോക്ടറുടെയൊന്നും അനധ്യക്ഷനും കേട്ടിട്ട് ഇവർ വിടുന്നില്ല. അവരാ പഴയ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താണ്? എൻ്റെ ഭർത്താവിന് നെഞ്ചു പൊട്ടിപ്പൊളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്ത് ഈ ഡോക്ടറിനിടയ്ക്ക് എത്ര ഈ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോഴും ഇവർ പറയും, ഡോക്ടറെ അതുണ്ടാവത്തില്ല, ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത്, ഇത് കണ്ട നീ നോക്കിയേ, 4 ബ്ലോക്കാണുള്ളത്, മേജർ ബ്ലോക്കാണുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകത്തില്ല, ബുദ്ധിബോധമില്ല സംസാരിക്കേണ്ടത്. ഉടനെ അവർ പറയും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. പച്ചക്ക് വരെ മുഖത്ത് നോക്കി ഡോക്ടറിൻ്റെ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. നിങ്ങൾ നോക്കിയേ അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് പറയണ 1:4 എടുത്തേ. യാക്കോബ് 1:4. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് 1:4. ഈ സ്ഥിരത, ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. അപ്പം ഈ സ്ഥിരത എന്ന് പറയുന്നത് ഏതാണെന്നറിയാവോ? ഇത് നമ്മൾ 2 പത്രോസിൻ്റെ 3:8 വായിക്കേണ്ടതാണ്. വായിച്ചേ. ശ്രുതികട 2 പത്രോസ് 3:8. ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 പത്രോസ് 3:8. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. അടുത്ത വചനം വായിച്ചോളൂ.
കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോമനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, നീ ടേക്ക് വേർഡ് ഓഫ് ഗോഡ് എടുക്കാൻ പറഞ്ഞ്. അവർ പുറത്ത് പോയി 9 എടുത്തുകൊണ്ട് വന്നിട്ട് കർത്താവിൻ്റെ ജനവും വരുമെന്നുള്ള ആ വചനം കിട്ടണില്ല. ഇപ്പോഴും ഞാൻ താഴേക്ക് വായിക്കുമെന്ന് പറയുമ്പോൾ എന്നോട് പരിശുദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴെ ഉണ്ടെന്ന്. അതിൻ്റെ വചനം എന്താണ്? കർത്താവിൻ്റെ ദിനം വരണത് സംപ്രവചനകമായ. ടേക്ക് ദ വേർഡ്, റീഡ് ഇറ്റ് അഗൈൻ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. നമ്മുടെ പ്രതീക്ഷകളെ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രതീക്ഷകളെ അപ്രത്യക്ഷമാകും. നമുക്കൊരു പ്രതീക്ഷയില്ലാതെ പോലും ഈ ഒരു പ്രതീക്ഷയുമില്ലാതെ വരികയും നമ്മളിപ്പോൾ നോക്കിയേ, വീണ്ടും ഡോക്ടർ താടി പഠിക്കാനൊക്കെ അല്ലേ പറയണത്, വെൻറ്റിലേറ്റർ ഓഫാവുന്നൊക്കെ അല്ലേ പറയണത്. ഇതാണ് കർത്താവിൻ്റെ ദിനത്തിൻ്റെ അടയാളങ്ങൾ. കർത്താവിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ നിത്യതയാണെന്നും അല്ലെങ്കിൽ ലോകാവസാനമാണെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഉണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ പരൂസ്യ ഉണ്ട്. എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ശാപമാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്താണ്? കർത്താവ് വരാൻ കാലമായി, കർത്താവിൻ്റെ ദിനം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. രാജാധിരാജൻ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പദാർത്ഥങ്ങൾ വെന്തിരുകുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അറ്റുപോകുമ്പോൾ ആകാശം കാണുന്നില്ലെന്നാണ് പറയണത്. ആകാശം കാണാത്തൊരവസ്ഥ നോക്കിയേ. അതായത് എല്ലാ പ്രതീക്ഷകളും പോകുന്നു, പ്രതീക്ഷകളും നക്ഷത്രങ്ങളെയും കാണുന്നില്ല, നക്ഷത്രം ഉൾക്കൊള്ളുന്ന ആകാശവും കാണുന്നില്ല, എല്ലാം തീരുകയാണ്. അപ്പോൾ എന്താണ്? കർത്താവിൻ്റെ ടൈം വരികയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണമെന്നാണ് പറയണത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം. അതാണ് യാക്കോബിന്റെ 1:5 എടുത്തേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. യാക്കോബ് 1:5. നിങ്ങളിൽ ജ്ഞാനം നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. നിങ്ങൾ ഈ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ വചനം ഏതാണ്? യാക്കോബ് 1:5. ഈ ജ്ഞാനം എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ആ യാക്കോബ് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. യാക്കോബ് 1:4 വായിച്ചേ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. എല്ലാ കുറവുള്ള സ്ത്രീയാണിത്. ഇതുവരെക്കും ഓപ്പറേഷൻ മാറ്റിയിട്ടില്ല, കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഇപ്പോഴും വിശ്വസിക്കണത് എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താ കാര്യം? ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യുമെന്ന് ഇവർക്ക് ജ്ഞാനപരമുണ്ട്. ഇവർക്ക് ജ്ഞാനപരം കിട്ടിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറയണത് എന്തെല്ലാം വരങ്ങളാണ് മനുഷ്യന് കൊടുക്കണത്.
ജ്ഞാനവരം കൊടുക്കും, വിശ്വാസവരം കൊടുക്കും, ഭാഷാവരം കൊടുക്കും, രോഗശാന്തി വരം കൊടുക്കും. എന്തെല്ലാം വരമാണ് ഈ സ്ത്രീക്കുള്ളത്. പക്ഷേ ഇവൾ നോക്കുമ്പോൾ പപ്പടം കച്ചവടമാണ് പരിപാടി, ജീവിക്കാൻ വേണ്ടി. പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ ഇവൾ സമൃദ്ധമായ ഒരു ചക്രവർത്തിയായിട്ട് അങ്ങനെ വിലസുകയാണ്. നോക്കിയേ, നമ്മൾ എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴാണ് വചനം എല്ലാം നിറഞ്ഞു എന്ന് പറയണത്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറയണം? ജ്ഞാനവരം വേണം. ഇവൾക്ക് പതർച്ചയില്ല. അപ്പോഴും ഇവൾ പറയണത് ഇല്ല കർത്താവ് ഇതിന് തീരുമാനം ഉണ്ടാക്കും, എനിക്കറിയാം. അപ്പോഴേ നമുക്കറിയാം. ഇതിന് താഴെ ഒരു വചനം കിടക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഈ പൂർണ്ണത എന്ന് പറയണത് ജ്ഞാനം കൊണ്ടുണ്ടാകണതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഇപ്പം എന്ത് സംഭവിക്കുന്നോ, ഒരു വ്യക്തി ഇപ്പം ഈ മനുഷ്യന് ഹൃദയത്തിന് ഓപ്പറേഷൻ, 4 ബ്ലോക്ക്, മേജർ ബ്ലോക്ക്, അതാണ് പ്രവൃത്തി എന്ന് പറയണത്. പക്ഷെ പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തിനാണ് ഈ 4 ബ്ലോക്ക് വെക്കണത്? കിഡ്നി പോയ ആളിന് എന്തിനാണ് 4 ബ്ലോക്ക് വെക്കണത്? അപ്പോൾ നമുക്ക് നോൺസെൻസായിട്ട് തോന്നും. അതല്ല, ഈ കിഡ്നി പോയ ആളിന് 4 ബ്ലോക്ക് വെച്ചാലും ഇവളെ കൃപയിലും അവനെ കൃപയിൽ വളർത്താൻ ദൈവത്തിന് കഴിയും. മനസ്സിലായ? അതിനുള്ള വിശ്വാസം ഇൻവെസ്റ്റ് അവിടെ ചെയ്യണം. അതിനുള്ള പ്രാപ്തി, ഇവൾ ആരോഗ്യവതിയാണ്, ആ വിശ്വാസം കൊടുക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. അതുകൊണ്ടാണ് അവൾ വിട്ടുകൊടുക്കുക. ഡോക്ടറിൻ്റെ വാക്കിന് അമ്പിനും ബില്ലും അടുക്കാതെ ഒറ്റ നിപ്പ് നിൽക്കുന്നത് എന്താണ്? അത് വിശ്വാസത്തിൻ്റെ സ്ഥിരതയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സങ്കീർത്തനം 103:7 എന്താ പറയണത്? കർത്താവ് ഇസ്രായേലിന് തൻ്റെ പ്രവർത്തികളും, പറഞ്ഞേ, കർത്താവ് ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും കാണിച്ചു. അപ്പം കർത്താവ് 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മനുഷ്യരാശിയോട്. എന്താണ്? ഒന്ന്, ഇസ്രായേലിന്, ഒരു വ്യക്തി ഇസ്രായേലാണെങ്കിൽ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് ദൈവം എന്താണ് പ്രവർത്തിക്കണമെന്ന് പറയും. പക്ഷേ ദൈവം അവരോട് ജനറലായിട്ട് എന്തിനാണ് പ്രവർത്തിക്കണമെന്ന് പറയത്തില്ല. അതിന് പ്രത്യേക അഭിഷേകം വേണം, പ്രത്യേക വിളി വേണം, പ്രത്യേക സാധാരണ കോമൺ ഫെയ്ത്തിൽ നിന്ന് ഫിഡലിറ്റിയിലേക്ക് മാറണം, പെർസെവറിങ് ഫെയ്ത്ത് ഉണ്ടാകണം, സ്ഥിരത ഉണ്ടാകണം. ഇവർക്ക് സ്ഥിരതയുള്ള ആളാണ്. ആ സ്ഥിരതയുള്ള ആളായതുകൊണ്ട് അവൾക്ക് എന്താ പറയണത്? അതിനുള്ള വഴികൾ. സങ്കീർത്തനം 103:7 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, തന്റെ വഴികൾ, അവിടുന്ന് തന്റെ വഴികള് മോശയ്ക്കും പ്രവർത്തികള് ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ എന്താണ് ചെയ്യണത്? ഇവിടെ എന്താ സംഭവിക്കുക? എന്താണ് സംഭവം? 4 ബ്ലോക്ക്, അതാണ് സംഭവം, അതാണ് പ്രവൃത്തി എന്ന് പറയണത്. എന്തിനാണ് അത്? അതാണ് ജ്ഞാനമെന്ന് പറയണത്. അതാർക്കാണ് വെളിപ്പെടുത്തണത്? സ്ഥിരതയുള്ളവർക്ക്. ആർക്ക്? കോമൺ ഫെയ്ത്തിനല്ല, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർക്ക്. ഇപ്പം ലാസർ മരിച്ചില്ലേ? ലാസർ മരിച്ച് രോഗിയാണെന്ന് വന്ന് പറയും. ബെത്ബഹേദിൽ വന്ന് പറയും. ബെത്ബഹയിൽ പോയി, ബെഥനിയിൽ നിന്ന് ഈശോ ബെത്ബഹയിൽ പോയി താമസിക്കുമ്പോൾ ആ സമയത്ത് സ്നേഹിതനായ ലാസർ രോഗിയാകുമ്പോൾ അവിടുത്തെ മാർത്ത 2 പേരെ പറഞ്ഞു വിട്ടിട്ട് പറയും, ഗുരുവിനെ പോയി കാണണം, ലാസർ എൻ്റെ നില ഗുരുതരമാണെന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ, രഹസ്യമായി വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പത്രോസ് ചോദിക്കും, അവരെന്നാ ബെഥനിയിൽ നിന്ന് വന്നത്? അവിടെ വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ആഴ്ച കല്ലെറിഞ്ഞത്, ഇപ്പോഴെന്തിനാ അവരെ വിളിക്കാമെന്നാണ്? വീണ്ടും നമ്മൾ കല്ലെറിക്കൊള്ളാൻ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശം? ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, എന്തിനാ അവൻ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് പത്രോസ് വല്ലാത്ത രീതിയിൽ കയർക്കുമ്പോൾ ഈശോ പറയും, നമ്മുടെ ലാസർ മരിച്ചു പോയെന്ന് പറയും. രോഗവിവരം പറയാനാണ് വന്നത്. പക്ഷെ അതിനുള്ളിൽ അയാൾ മരിക്കണ കർത്താവ് ആത്മാവിൽ കണ്ടെന്ന് പറയും, ലാസർ മരിച്ചുപോയി. എന്നിട്ട് ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ഈ രോഗം മരണകാരണമല്ല. എന്താണ് പറഞ്ഞെന്താണ്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. അതാണ് ജ്ഞാനമെന്ന് പറയണത്. രോഗം വന്നിരിക്കുന്നത് അതെല്ലാം പ്രവൃത്തിയാണ്. പക്ഷേ അതേസമയം തന്നെ എന്തിനാണത് വന്നിരിക്കണത്? അതാണ് വഴിയെന്ന് പറയണത്. അതിന് യാക്കോബ് ജ്ഞാനമെന്നാണ് പറയണത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പരീക്ഷണങ്ങൾ, അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷണങ്ങളുടെ ഉദ്ദേശമെന്ന് പറയണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മൊഡ്യൂൾ പോയല്ലോ, പിന്നെ ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ടും ആ കല്യാണം വന്നത് പോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അപകടം വന്നല്ലോ, ഇങ്ങനെ എടുത്തിട്ടും സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോഴേ എൻ്റെ ദൈവത്തിൽ നിങ്ങൾ പ്രിലിമിനറി ഫെയ്ത്തിലാണ്. ഇപ്പോഴും
നിങ്ങൾ സ്ഥിരതയുള്ള വിശ്വാസത്തിലല്ല. ദൈവം നിങ്ങളെ വിശ്വസിക്കണ വിശ്വാസത്തിലല്ല, ദൈവം നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണ വിശ്വാസത്തിലാണ്, ജ്ഞാനപരത്തിലല്ല. പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കാനാണെന്ന്. അതുകൊണ്ടാണ് 1-3-10 2 10 1-19 3-18 വായിച്ചത്. നിങ്ങളെ പരീക്ഷിക്കണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ സ്ഥിരതയെക്കുറിച്ചാണ് പൂർണ്ണതയെന്ന് നമ്മൾ നേരത്തെ വായിച്ചത്, കർത്താവിൻ്റെ പുസ്തകത്തിൽ യാക്കോബ് 1:3 വായിച്ചത്. ആ പൂർണ്ണത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യാക്കോബ് 1:5 ജ്ഞാനമെന്ന് പറയണത്. ആ ജ്ഞാനം തന്നെയാണ് സങ്കീർത്തനം 107:3 കർത്താവിൻ്റെ വഴികളെന്ന് പറയണത്. എൻ്റെ ദൈവ പൈതലേ, ആധ്യാത്മികമായി യാത്ര 1 by 1 ആയിട്ടൊരു ദൈവത്തിലേക്കുള്ള വളർച്ചയാണ്. ഈ വളർച്ച എന്ന് പറയണത്, ഈ ഗ്രോത്ത് എന്ന് പറയണത്, ഉടമ്പടി ഒരു ഗ്രോത്ത് റിട്രീറ്റിനേക്കാളും വരദാനങ്ങളുടെ ധ്യാനത്തെക്കാളും അതുപോലെ തന്നെ തപസ് ധ്യാനത്തെക്കാളും ആന്തരിക സൗഖ്യ ധ്യാനത്തെക്കാളും പ്രാർത്ഥനാനുഭവ ധ്യാനത്തെക്കാളും ഉന്നതമായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. ഞങ്ങളുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഭർത്താവിനും കൊണ്ട് ഓപ്പറേഷൻ ഡേറ്റിലെ ദിവസം ചെല്ലും. ഓപ്പറേഷൻ ഡേറ്റിന് തലേ ദിവസം ചെല്ലും. ഇപ്പം വേറെ മാർഗ്ഗം ഒന്നുമില്ല, ഓപ്പറേഷൻ ഫിക്സായിപ്പോയി. അപ്പോൾ ഇവിടെ വിശ്വാസസഞ്ചാരം കാണണം. ഓപ്പറേഷൻ ഡേറ്റ് ചെല്ലുമ്പോഴും ഇവർ പറയും, ഡോക്ടറെ ഒന്ന് നോക്കുക. അപ്പോഴും പറയും, ഞാൻ ഉടമ്പടി എടുത്താണ്, അമ്മ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല, ഒന്ന് നോക്കുക. എന്ത് നോക്കണമെന്നാണ് പറയണത്? നേരത്തെ ആൻജിയോഗ്രാം ചെയ്തിട്ടില്ലേ, അതിൻ്റെ CD കയ്യിലുണ്ട്, അതും വെച്ചുകൊണ്ട് ഇവർ ചോദിക്കുകയാണ്, ഒന്ന് നോക്കുവാന്ന്. ഇതെന്തൊരു ജ്ഞാനമാണെന്ന് നോക്കിയേ. അപ്പോൾ ഡോക്ടറിന് ദേഷ്യം വന്നിട്ട് ഈ CD കമ്പ്യൂട്ടറിലിടും. കമ്പ്യൂട്ടറിലിടുമ്പോൾ ഇവരൊരു പ്രാർത്ഥിക്കും, അമ്മേ ചില്ലും പൊളിച്ചിറങ്ങി വന്നെ അമ്മേ, എനിക്ക് ആരുമില്ല അമ്മേ. പ്രൈസ് ദി ലോർഡ്. അമ്മയെ ചില്ലും പൊളിച്ച് കൃപാസനത്തിലെ ചില്ലും പൊളിച്ചിറങ്ങി വന്നെ അമ്മേ, എനിക്ക് ആരുമില്ല അമ്മേ എന്ന് പറയുമ്പോൾ ഒരു കുലുക്കം കേൾക്കും. ഇവർ നോക്കുമ്പോൾ കൃപാസനം മാതാവ് കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നിൽക്കും. സഞ്ചരിച്ചെത്തി ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ ഈ കമ്പ്യൂട്ടറിൽ CD ടച്ചും ഇതിൻ്റെ ഫിഗർ നോക്കിയിട്ട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ആൻജിയോഗ്രാമിൻ്റെ ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ഇപ്പം കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറയും, ഇതിന് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഇതൊരു ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ചെറിയ ബ്ലോക്കൊക്കെ ഉള്ളൂ, അത് 2 ഇപ്പം കാണുന്നുള്ളൂ, അത് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം, ആ മനുഷ്യനെ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കൊണ്ട് ആ പപ്പടം വിറ്റ് ജീവിക്കുന്ന മനുഷ്യൻ അവരെല്ലാവരും വിശുദ്ധയാണ്. വചനത്തെ ജീവിതത്തിൽ പരീക്ഷണം അതിജീവിച്ചുകൊണ്ട് ദൈവപൈതരായിട്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ കൈയും കാലും വെച്ച രൂപമാണ്. സ്തുതിക്കട്ടെ. വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കളിമൺപാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരങ്ങൾ
ബലഹീനരായ ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം. ബലഹീനരായ ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം. മഹത്വം 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 യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. Praise the Lord. Praise the Lord. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. സന്തോഷത്തിൽ എഴുന്നേൽക്കുക. കർത്താവ് എല്ലാവരെയും തൊടുന്ന സമയമാണ്. അടിപ്പണ പോലെ വൈദാഖാപ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ പസരിക്കുന്ന ഇടിമുഴക്കത്തിൻ്റെ സൗഖ്യദായക സമയത്തിലേക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നാദാവരേണമേ എന്നിൽ നിറയണമേ, നാദാവരേണമേ സൗഖ്യം നൽകണമേ, നാദാവരേണമേ എന്നിൽ നിറയണമേ, നാദാവരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശക്തമായി സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിക്കണം. വിശ്വാസപ്രമാണം ചെല്ലാൻ പറ്റുന്നവർ വിശ്വാസപ്രമാണം ചെല്ലണം. എല്ലാം ചെയ്യേണ്ടത് ദൈവസ്നേഹത്തോടെയാണ്. ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ കൈയുയർത്തിക്കൊണ്ട് സ്തുതിച്ചും അഭിഷേകത്തോടെയും ഒക്കെ പ്രാർത്ഥിക്കാം. വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോഴെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം നമ്മളെ തളിക്കപ്പെടുകയും അടിപ്പട പോലെ വൈദാഖാപ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ എല്ലാ നടുവേദനകളും അതുപോലെ തന്നെ രോഗകാരണങ്ങളും രോഗത്തിൻ്റെ മൂലകാരണങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും വിട്ടുമാറുകയും നിങ്ങൾക്ക് ആന്തരികമായ സ്ഥിരമുള്ള ഉത്സാഹത്തിൻ്റെ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണത്. അപ്പോൾ സന്തോഷത്തോടെയാണ് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഭാഷാപരം അറിയുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്വസ്ഥം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിന്, കുരിശിൻ്റെ അടയാളത്തിന്, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവേ, നിൻ്റെ കുരിശിൽ നിന്നുള്ള ഒഴുകുന്ന കർത്താവേ രക്തമഴ എല്ലാ മക്കളുടേക്കും പൊടിഞ്ഞു വീഴട്ടെ. കർത്താവേ, മസിൽ വേദനയുള്ളവരെ, പിസ്തുല രോഗികൾ, അർശസ് രോഗികൾ, നെഞ്ചിന് കെട്ടുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരൾ രോഗികൾ, മൂത്രാശയ രോഗികൾ, ഗർഭാശയ രോഗികൾ, ഗർഭാശയസ്തുള്ളവർ, മൂത്രത്തിൽ കല്ലുള്ളവർ, കിഡ്നി കല്ലുള്ളവർ, നടുവേദനക്കാർ, നടുവ് തിരിഞ്ഞിരിക്കുന്നവർ, സ്പോണ്ടിലോസിസ് രോഗികൾ, ശിരസ് രോഗികൾ, മുട്ടി കൊഴിയുന്നവർ, കണ്ണ് കാഴ്ച കുറവുള്ളവർ, ചെവിക്കരവുള്ളവർ, സിസ്റ്റുള്ളവർ, തൊണ്ടവേദനക്കാർ, തൈറോയ്ഡ് രോഗികൾ, ത്വക്ക് രോഗികൾ, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവെ ഒഴുക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഒഴുക്കണമേ. കർത്താവേ, എല്ലാ രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ, ഈശോ, മക്കളില്ലാത്തവര്, കർത്താവേ, ബീജങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടാത്തവര്, അണ്ട ഉത്പാദിപ്പിക്കപ്പെടാത്തവരെ ഒക്കെ സ്പർശിക്കണമേ. കർത്താവേ, അടിപ്പിട പോലെ വൈദാഘാനം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ഒഴുകട്ടെ. ഈശോ ഒഴുകട്ടെ. കർത്താവേ, എല്ലാ തരത്തിലും കുഞ്ഞുങ്ങളില്ലാത്തവരെ, ഗർഭത്തെ ശുദ്ധിക്കുന്ന രോഗമുള്ളവരെ, ഗർഭിണികൾ കർത്താവേ, ചൂട് കുറവുള്ളവരെ, കർത്താവേ, കുഞ്ഞിന് തൂക്കമില്ലാത്തവരെ, ക്ഷയരോഗികള്, പിസ്തുല രോഗികള്, കർത്താവ് HIV രോഗികള്, ക്യാൻസർ രോഗികള്, കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കണമേ. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ,
ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവര് യേശുവിന്റെ ഉന്നതമായ നാമത്തില്, യേശു ഉന്നതമായ നാമത്തില്, മാർഗരോഗങ്ങള് യേശു ഉന്നതമായ നാമത്തില്, തിരവേദികള് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ.